സൂര്യ നിത്യരാജ, നിന്റെ നാമം മഹത്വപൂർണം. നീതി സൂര്യ നിത്യരാജ, നിന്റെ നാമം മഹത്വപൂർണം. രാജരാജ യേശുനാഥ, നിത്യപിതാരാധന. രാജരാജ യേശുനാഥ, നിത്യപിതാ ആരാധന. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചാട്ടെ. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമ്മോര്യരുടെ അക്രമം ഇതുവരെ തിരിഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ആമേൻ. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ എടുത്തു പറയുന്നൊരു വാക്കാണ്, നിന്റെ തലമുറകൾ 400 സംവത്സരം മിസ്രൈമിൽ അടിമകളായിരിക്കും, എന്നാൽ 4-ാം തലമുറ മടങ്ങി വരും. എന്തൊരു ഭയങ്കരമല്ലേ! നമ്മുടെ നാളുകളെ കുറിച്ച് ഇത്രയും നന്നായി അറിയാവുന്ന ഒരു ദൈവം വേറെയുണ്ടോ? അത് നാളുകൾ എന്ന് പറഞ്ഞാൽ 400 വർഷങ്ങൾ കഴിഞ്ഞു മടങ്ങി വരും. ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് ദൈവം സംസാരിക്കുക, 400 വർഷം കഴിയുമ്പോൾ നിന്റെ സന്തതികൾ മടങ്ങി വരും. ആമേൻ. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ തലമുറയെക്കുറിച്ചും നിങ്ങൾ കാണാത്ത നിങ്ങളുടെ തലമുറകളെ കുറിച്ചും നിങ്ങളോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെട്ടു വരും. 1000 തലമുറയുടെ ഒക്കെ ഞാൻ കരുണ കാണിക്കുമെന്ന് പറഞ്ഞ ആ കാര്യമൊക്കെ എത്ര സത്യമല്ലേ! എന്നിട്ട് ഇവിടെ ഒരു സന്ദേശം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ 400 സംവത്സരം ഇസ്രായേൽ ജനം ഇസ്രായേലിൽ അടിമകളായിരിക്കുന്നത്? അത് കഴിയുമ്പോൾ അവർ തിരിച്ച് കനാനിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ എടുത്തൊരു വാക്കുണ്ട്, അമോര്യരുടെ ആക്രമണം ഇതുവരെയും തികഞ്ഞിട്ടില്ല. ഏകദേശം 10 രാജ്യങ്ങളിലാണ് ഇവർക്ക് കൊടുക്കാനിരിക്കുന്നത്. അതിനകത്ത് 9 രാജ്യങ്ങളും പാപം നിമിത്തം ന്യായവിധിക്ക് യോഗ്യരാണ്. എന്നാൽ ഈ അമോര്യരുടെ പാപം തികഞ്ഞിട്ടില്ല. ദൈവത്തിന് ഒരു ജനത്തെയോ വെറുതെ ന്യായം വിധിക്കാൻ പറ്റത്തില്ല. അവരുടെ പാപം നിമിത്തമേ ന്യായം വിധിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ 400 വർഷം കഴിയുമ്പോൾ അവരുടെ പാപം ന്യായം വിധിക്കത്തക്കവണ്ണം തികയും. അപ്പോൾ ഇസ്രായേൽ ജനം ഒരു വലിയ സമൂഹമായി മാറുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കത്തില്ലേ, ഒരു ദേശത്തെ മാറ്റിയിട്ട് മറ്റൊരാളെ അവിടെ കൊണ്ടുവരുന്നത് നീതിയാണോ എന്ന്? ദൈവം നീതി അല്ലാത്തതൊന്നും ചെയ്തില്ല. ദൈവം അവരെ മാറ്റുന്നതിൻ്റെ റീസൺ എന്താണ്? അവരുടെ പാപത്തിന്റെ ബഹുത്വമാണ്. 400 വർഷം കഴിയുമ്പോൾ ഈ ദേശത്തിന്റെ പാപവും തികയും. അപ്പോൾ അവരെ ന്യായം വിധിക്കാൻ ദൈവത്തിന് ആ ദേശം ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തമായി കൊടുക്കാം. നമ്മുടെ ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീതിയായിട്ട് ചെയ്യത്തുള്ളൂ. അനീതിയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിലും ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു നീതി ഉണ്ടായിരിക്കും. ആമേൻ. ദൈവത്തെ നമുക്ക് ഒരു വിധത്തിലും അവൻ്റെ ജ്ഞാനത്തെ, ആ ദൈവത്തിൻ്റെ മഹാജ്ഞാനത്തെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാനിത് പറയുന്നത് ചില കാലഘട്ടങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയോ ദൈവം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ദൈവം നിന്നെ ശക്തനാക്കും, നിന്നെ കരുത്തനാക്കും. അപ്പോൾ തന്നെ വേറെ ചിലരെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പണിതെടുക്കും. എന്തൊക്കെയോ ദൈവം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളോടുള്ള ദൂതാണ്, നീതിയോടെ കാര്യങ്ങൾ ചെയ്യുന്നൊരു ദൈവം നിങ്ങളുടെ ദൈവമാണ്. നിങ്ങൾ
ഞങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അവരെ ചിലയിടത്ത് ദൈവം സ്ഥാപിക്കാൻ പോകുന്നു, നടാൻ പോകുന്നു. ചിലത് നിന്റെ തലമുറയ്ക്ക് ദൈവം സ്ഥിരമായി കൊടുക്കാൻ പോകുന്നു. യെസ്, ഇന്നത്തെ ദിവസം ഈ വചനത്തെ മുറുകെ പിടിക്കുക. തലമുറയ്ക്ക് ചിലത് ലഭിക്കാൻ പോകുന്നു. അതൊരു ദൈവശബ്ദമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് നീതിയോടെ കർത്താവെ ന്യായം വിധിച്ച് ഞങ്ങളിൽ പ്രസാദിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക് കർത്താവ് ഞങ്ങളോടുള്ള വിശ്വസ്തതയെ അങ്ങത്തെ ഓർക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു പിതാവെ. കർത്താവ്, ഞങ്ങളുടെ തലമുറകൾക്ക് ചിലത് ഇന്ന് കർത്താവ് സ്ഥിരമായി നൽകുമെന്നുള്ള ഉറപ്പ് നൽകിയതിന് നന്ദി പറയും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ തലമുറകൾക്ക് കർത്താവ് സ്ഥിരമായ ചില നിക്ഷേപങ്ങൾ, ചില വഴികളെല്ലാം തുറക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി പ്രാർത്ഥിക്കുന്നു. തലമുറകൾ ഒരിടത്തും എത്തിയിട്ടില്ല, അവർക്ക് എത്തിയിടത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ചിലരുണ്ടല്ലോ. യേശുപ്പ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കുടുംബമായിട്ട് പ്രാർത്ഥിച്ച് അവരെ ചില ഇടത്ത് സ്ഥിരപ്പെടുത്തുന്നു. ജോലിയിൽ സ്ഥിരപ്പെടുത്തുന്നു, താമസത്തിൽ സ്ഥിരപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്കായിട്ട് ചിലതിനെ ദൈവാത്മാവ് നീക്കി അവരെ അവിടെ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. ഞാൻ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ഇസ്രായേലിൽ നട്ടു. അതുപോലെ ദൈവം ചിലരെ നടുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇവർക്ക് വേണ്ടിയുള്ള നീതി വെളിപ്പെടുന്നതിനായി നന്ദി. മനുഷ്യർക്ക് ഒരു വാക്കുപോലും കുറ്റം പറയാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിൻ്റെ നീതിയെ ഇവരുടെ മേൽ നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കുടുംബമായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്നവരുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവം നീതിയുടെ ദൈവമായി വെളിപ്പെടുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവർക്ക് അനുഗ്രഹമാകട്ടെ. ഈ വചനം ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.